Students, welcome to mathematics class. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂറ്റി ആണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ടീച്ചർ ഡിഫറൻസിയേഷൻ എടുത്തു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡിഫറൻസിയേഷൻ ഓവറോളായിട്ട് ഒന്നുകൂടി റിവിഷൻ നടത്താനാണ്. ഡിഫറൻസിയേഷൻ ഇതുവരെ നിങ്ങൾ പഠിച്ച ഡിഫറൻസിയേഷൻ ഒന്നും കൂടി പറയാം. അപ്പോൾ നമുക്കറിയാം, ആദ്യം നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ച ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ. ഡിഫറൻസിയേഷൻ്റെ ഡെഫിനിഷനാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ (f(x) √x) ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല ഇതാണ്. f'(x) കാണാൻ f(x)ൻ്റെ ഡെറിവേറ്റീവ് f'(x) ഡിനോട്ട് ചെയ്യും. f'(x) is equal to okay, limit h tends to 0 f(x) plus h minus f(x) divided by h ആണ്. ലിമിറ്റ് h tends to 0 f(x) plus h. f എന്ന് പറഞ്ഞാൽ അതിനൊരു ഫംഗ്ഷനെ നമുക്കൊരു മെഷീനായിട്ട് കൂട്ടാം. ഫംഗ്ഷനിൽ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഔട്ട്പുട്ട് നമുക്ക് തരും. എഫ് ഒരു എക്സ് പ്ലസ് എച്ച്, അല്ലെങ്കിൽ എഫ് ഒരു എക്സിനെ കിട്ടിയാൽ √x ആണ് ആക്കുക. എഫ് 10നെ കിട്ടിയാൽ √10ലേക്കാണ് അത് മാപ്പ് ചെയ്യുക. ഈ മെഷീന് ഒരാളെ കിട്ടിയാൽ അതിൻ്റെ റൂട്ട് എടുക്കും, അതിൻ്റെ വർഗ്ഗമൂലം എടുക്കും. 10 കിട്ടിയാൽ √10 ആക്കും. 100 കിട്ടിയാൽ √100ലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ x plus h നെ കിട്ടിയാൽ √(x plus h) ആക്കും. √(x plus h മൈനസ് f(x) എന്ന് പറഞ്ഞാൽ √(x) ഡിവൈഡഡ് ബൈ h വരും. ഇത് ചെയ്തു പോയിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് h → 0, ഇതിനെ x plus h whole ratio half minus x ratio half by h ഇതിനെ മാറ്റി ചെയ്താൽ നിങ്ങൾക്ക് 1/2 √(x) എന്ന് കിട്ടും. ഇത് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും ഓൾറെഡി. 1/2 √(x) എന്ന് കിട്ടും. ഇതേപോലെ നിങ്ങൾ f(x) log x ആണെങ്കിലോ, f(x) log x ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ വരിക f(x plus h), ഇതന്നെയാണ് ഡെഫിനിഷൻ വരിക. f'(x) എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെഫിനിഷൻ. f(x plus h) എന്താ? എഫ് ഒരാളെ കിട്ടിയാൽ log x ആക്കുക ചെയ്യുക. f(x)നെ കിട്ടിയാൽ log x ആക്കും. എഫ് വൈനെ കിട്ടിയാൽ log y ആക്കും. എഫ് സെഡിനെ കിട്ടിയാൽ log z ആക്കും. എഫ് x plus h നെ കിട്ടിയാൽ log x plus h ആക്കും. log x plus h മൈനസ് log x ഡിവൈഡഡ് ബൈ h എന്ന് വരും. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് നിങ്ങൾക്ക് ടീച്ചർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ ഒന്ന്, എങ്ങനെയാണ് ഇത് ചെയ്യുക? ലിമിറ്റ് h tends to 0 log of x plus h minus x. log a minus log b എന്താ? log a minus log b is logarithm of a by b ആണ്. log a minus log b is log of a by b. അതുകൊണ്ട് ഇതിനെ എനിക്ക് x plus h divided by h എന്ന് വിളിക്കുക. whole divided by h which is equal to limit h tends to 0 log 1 plus x by h എന്ന് വരും. log 1 plus x by h divided by h. 1 plus x by h, h by h 1 ആവും. x by h 1 plus x by h divided by h ഇങ്ങനെ കിട്ടും. ഓക്കെ, സോറി, ഇവിടെ log x plus h ബൈ x ആണ് കേട്ടോ. log x plus h മൈനസ് log x ആണല്ലോ. അപ്പോൾ x plus h ബൈ x ആണ് വരിക. അപ്പോൾ 1 plus h by x എന്നാണ് വരിക. 1 plus h by x 1 plus x by x 1 ആവും. h by x 1 plus h by x ഡിവൈഡഡ് ബൈ h എന്ന് വരും. ഇനി നമ്മളെ കയ്യിൽ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ലിമിറ്റ് എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് പറഞ്ഞു തന്നിരുന്നു. ലിമിറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a എന്ന് പറഞ്ഞാൽ n a raised to n minus 1 ആണ്. അതുപോലെ ലിമിറ്റ് h tends to 0 e raised to h minus 1 by h 1 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു റിസൾട്ടാണ് ഇത്. ലിമിറ്റ് h tends to 0 log 1 plus x by x, log 1 plus x divided by x. ഇതെന്താ? ലിമിറ്റ് x tends to 0 ആയിക്കോട്ടെ. x tends to 0, this is equal to 1. ലിമിറ്റ് x tends to 0 log 1 plus x by x is equal to 1. ഓക്കെ,
ഇതിനെ നമുക്ക് എക്സിലുള്ളത് ഈ വേരിയബിൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് ആരെ വേണം കൊടുക്കട്ടെ, എക്സ് എന്ന് തന്നെ ആവണമെന്നില്ല, ഇതിനെ സെഡ്ന്നോ പീന്നോ വേറെ ഏത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് പി എന്ന് കൊടുക്കാം. ലിമിറ്റ് പി ടെൻസ് ടു 0 ലോഗ് 1 + p ഡിവൈഡഡ് ബൈ പി. എക്സ് ഉള്ളിടത്തൊക്കെ പി കൊടുക്കുക. അങ്ങനെ എഴുതാം. ലിമിറ്റ് പി ടെൻസ് ടു 0 ലോഗ് 1 + p ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ഓക്കെ, ലോഗ് 1 + p ബൈ പി ഈസ് ഈക്വൽ ടു 1. ഇതെങ്ങനെ തെളിയിക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ അതിലേക്കൊക്കെ കടക്കുമ്പോൾ ഇനി കൂടുതൽ ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ലോഗ് 1 + p എന്ന് പറഞ്ഞാൽ ലോഗ് 1 + p ൻ്റെ എക്സ്പാൻഷൻ ഇതാണ്. ലോഗ് 1 + p എന്ന് പറഞ്ഞാൽ p - p² / 2 + p³ / 3 - എക്സെട്ര -p⁴/4 + എക്സെട്ര എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലോഗ് 1 + p ഹോൾ ഡിവൈഡഡ് ബൈ പി ചെയ്താൽ എന്താ വരിക? ഇതിനെ ത്രൂ ഔട്ട് പി കൊണ്ട് ഹരിക്കണം. അപ്പോൾ പീനെ പി കൊണ്ട് ഹരിച്ചാൽ 1 മൈനസ് p² പി കൊണ്ട് ഹരിച്ചാൽ p/2. p² പി കൊണ്ട് ഹരിച്ചാൽ ഒരു പി ഉണ്ടാവും, പിന്നെ ഒരു /2 ഉണ്ടാവും, p/2. പിന്നെ ഇത് p²/3 മൈനസ് p³/4 + എക്സെട്ര. ഇനി ഇതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ലിമിറ്റ് p ടെൻസ് ടു 0 ലോഗ് 1 + p ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു, ഇതിനെ ലിമിറ്റ് p ടെൻസ് ടു 0 കൊടുത്താൽ പിക്ക് 0 കൊടുത്താൽ ഇതും 0 ആവും, ഇതും 0 ആവും, ഇതും 0 ആവും, ഇവിടുന്ന് അങ്ങോട്ടൊക്കെ 0 ആവും. പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? 1 മാത്രം ബാക്കി ഉണ്ടാവും. അതാണ് ലിമിറ്റ് ലോഗ് 1 + p ബൈ പി. അപ്പോൾ ഇത് എവിടുത്തെ ചോദ്യമാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്? ഇപ്പോൾ ഞാൻ ഡിഫറൻസിയേഷൻ അല്ല പറഞ്ഞത്, കഴിഞ്ഞ ചാപ്റ്ററിലെ ഒരു കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ ചാപ്റ്ററിലെ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണിത്, ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റാണിത്, സ്റ്റാൻഡേർഡ് ഒരു ലിമിറ്റാണിത്. നിങ്ങൾ പഠിച്ചു വെക്കണ്ടേ. ലിമിറ്റ് p ടെൻസ് ടു 0 ലോഗ് 1 + p ബൈ പി ഈസ് ഈക്വൽ ടു 1. അതിൻ്റെ പ്രൂഫ് എങ്ങനെ? ലോഗ് 1 + p എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനെ ത്രൂ ഔട്ട് പി കൊണ്ട് ഹരിച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ 1 മാത്രം ബാക്കിയായി, ബാക്കിയുള്ളവരൊക്കെ 0 ആയിപ്പോയി. അപ്പോൾ 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ ഞാൻ h/xനെ p എന്ന് കൊടുത്താൽ h/xന് എനിക്ക് p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറയാം, ഇവിടെ ഒരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ വേണ്ടി, അപ്പോൾ ഇത് ഞാൻ മായ്ക്കുകയാണ്, ഇതിന് ആവശ്യമില്ല. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി. ഇതിന് ലിമിറ്റ് h ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ h/xും ടെൻസ് ടു 0 ആണ്. h/x ടെൻസ് ടു 0 ലോഗ് h 0ലേക്ക് പോകുമ്പോൾ h/xും 0ലേക്ക് തന്നെ പോവുക. ലോഗ് 1 + h/x ഡിവൈഡഡ് ബൈ h/x ഇൻറ്റു എക്സ്. എച്ചിനെ x കൊണ്ട് ഹരിച്ചും ചെയ്തു, ഗുണിച്ചും ചെയ്തു. എച്ചിനെ x കൊണ്ട് ഹരിച്ചും ചെയ്തു, ഗുണിച്ചും ചെയ്തു. ഇപ്പോൾ ഇതെന്ത് വരും വെച്ചാൽ 1/xനെ പുറത്തെടുക്കുക. ഈ എക്സിനെ പുറത്തെടുക്കുക. 1/x ആണ് ഇത് സാധനം. 1/xനെ പുറത്തെടുത്താൽ ലിമിറ്റ് p ടെൻസ് ടു 0 h/xനെ ഞാൻ p എന്ന് വിചാരിച്ചു. p ടെൻസ് ടു 0 ലോഗ് 1 + p ബൈ p. ലോഗ് 1 + p ഡിവൈഡഡ് ബൈ p ആയി. ഇത് h/x p ആയി. ഈ എക്സിനെ ഞാൻ പുറത്തെടുത്തു, 1/xനെ പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും? 1/x ഇൻറ്റു ഇതെന്താ സാധനം? ഈ ലിമിറ്റ് എന്താണ്? ഈ ലിമിറ്റാണ് നമ്മൾ നേരത്തെ കണ്ട 1. 1/x ഇൻറ്റു 1. അപ്പോൾ ആൻസർ 1/x ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1/x. അതുകൊണ്ട് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ലോഗ് എക്സ് 1/x ആണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ഇനി അഥവാ ടീച്ചർ എടുത്തിട്ടില്ലെങ്കിൽ ഇത് ശരിക്കും മനസ്സിലാക്കി പഠിക്കുക. ടീച്ചർ ഇത് എടുത്തില്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ബാക്കിയുള്ളതൊക്കെ എടുത്തിരുന്നു, പക്ഷേ x⁻n ഒക്കെ എടുത്തിരുന്നു. x⁻n ഇതേപോലെ എങ്ങനെ ചെയ്യാം? x⁻n ഡെറിവേറ്റീവ് എന്താ? n(x⁻n-1). നിങ്ങൾ കുറേ കണ്ടതാണ്. x⁻10 ഡെറിവേറ്റീവ് എന്താ? 10x⁻9. x⁵ എന്താ? 5x⁴. ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ്. ടീച്ചർ കുറേ പറഞ്ഞു തന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ലോഗ് എക്സിനെ ടീച്ചർ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ലോഗ് എക്സ് കണ്ടു. ഇനി ഇതേപോലെ നിങ്ങൾ x⁻n ചെയ്താൽ എങ്ങനെ വരിക? x⁻n ചെയ്താൽ എങ്ങനെ വരിക? x⁻n ചെയ്താൽ ഇവിടെ f(x + h) എന്ന് പറഞ്ഞാൽ ഒരാളെ കിട്ടിയാൽ പവർ n എടുക്കുക ചെയ്യുക. അപ്പോൾ f(x + h) കിട്ടിയാൽ എന്താ ചെയ്യുക? x + h പവർ n എടുക്കും. x + h പവർ n എടുക്കും. ഇവിടെ x കിട്ടിയാലോ x പവർ n എടുക്കും /h. ഇനി ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓക്കെ, ഇവിടെ നമുക്ക് y⁻n മൈനസ് x⁻n/x + h നിങ്ങൾ y എന്ന് വിളിച്ചാൽ, x + h y എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഏതുപോലെ കിട്ടും? x⁻n മൈനസ് a⁻n/x - a. put h equal to x - a. put h equal to
എക്സ് മൈനസ് എ, എച്ച് ഈക്വൽ ടു എക്സ് മൈനസ് എ എന്ന് കൊടുത്താൽ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എച്ച് പൂജ്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് മൈനസ് എ പൂജ്യത്തിലേക്ക് പോകുന്നു. എച്ച് പൂജ്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് മൈനസ് എ പൂജ്യത്തിലേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം എക്സ് എയിലേക്ക് അടുക്കുന്നു എന്നർത്ഥം. എക്സ് മൈനസ് എ പൂജ്യത്തിലേക്ക് അടുക്കപ്പോഴാണ് രണ്ട് സംഖ്യകൾ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം പൂജ്യത്തിലേക്ക് അടുക്കപ്പോഴാണ് എ ഈക്വൽ ടു ബി ആകുമ്പോൾ. എയും ബിയും സെയിം ആകുമ്പോഴല്ലേ അവരുടെ ഡിഫറൻസ് പൂജ്യത്തിലേക്ക് പോവുക. രണ്ടാൾക്കാരുടെ ഡിഫറൻസ് സീറോയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാരും അടുത്തടുത്ത് വരണം എന്നർത്ഥം. അപ്പോൾ എക്സ് മൈനസ് എ, എക്സും എയും തമ്മിലുള്ള വ്യത്യാസം പൂജ്യത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എക്സ് എയിലേക്ക് അടുക്കണം. എക്സ് എയിലേക്ക് അടുക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എച്ച് ടെൻസ് ടു സീറോക്ക് പകരം എക്സ് ടെൻസ് ടു എ എന്ന് പറയാം. എക്സ് പ്ലസ് എച്ചിന് എന്തെന്ന് പറയാം? എക്സ് പ്ലസ് എച്ചിനെ ഓക്കെ a equal to x minus h, a equal to x minus h, a equal to x plus h. ഇവിടെ a equal to x minus h. പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് പ്ലസ് എച്ചിന് എ എന്ന് കൊടുക്കാം. എക്സ് പ്ലസ് എച്ചിന് എ കൊടുക്കാം. ഒരു മിനിറ്റ്. എക്സ് പ്ലസ് എച്ചിന് എ കൊടുത്താൽ പുട്ട് എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു എ, പുട്ട് എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച്, എക്സ് ഈക്വൽ ടു എ മൈനസ് എച്ച്. അല്ലെങ്കിൽ വൈ എക്സ് ടെൻസ് ടു വൈ, എക്സ് പ്ലസ് എച്ചിന് വൈ കൊടുത്താൽ എച്ച് ടെൻസ് ടു സീറോ ആകുമ്പോൾ വൈ ടെൻസ് ടു എക്സ് ആവും, എക്സ് ടെൻസ് ടു വൈ ആവും. ഓക്കെ, എച്ച് ടെൻസ് ടു സീറോ ഇംപ്ലൈസ് എക്സ് സീറോയിലേക്ക് പോകുമ്പോൾ എക്സ് ടെൻസ് ടു വൈ ആവും, എക്സ് ടെൻസ് ടു വൈ ആവും, എക്സ് ടെൻസ് ടു വൈ ആവും. കാരണം എക്സ് പ്ലസ് എച്ച് സീറോ, ഇത് സീറോ ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ, എക്സ് സീറോ വൈയിലേക്ക് അടുക്കും, എക്സ് വൈയിലേക്ക് അടുക്കും. അപ്പോൾ ഇത് വരെ ലിമിറ്റ് എക്സ് ടെൻസ് ടു വൈ, എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ വൈ റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ ബൈ എച്ച് എന്ന് പറഞ്ഞാൽ വൈ മൈനസ് എക്സ്. തിരിച്ചിങ്ങോട്ടും പറയാം. എക്സ് ടെൻസ് ടു വൈ എന്നുള്ളതിന് വൈ ടെൻസ് ടു എക്സ് എന്നും പറയാം. ഓക്കെ, ഇങ്ങനെയൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഇതെന്താ വരിക എന്ന് വെച്ചാൽ ഇത് വരിക, ഇതിന് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈ മൈനസ് എക്സിന് എച്ച് എന്ന് കൊടുത്താൽ എച്ച് ഈക്വൽ ടു വൈ മൈനസ് എക്സ്. എച്ച് എക്സ് ടെൻസ് ടു എ, എക്സ് ടെൻസ് ടു എ, എക്സ് ടെൻസ് ടു എ, എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. ഇതിപ്പോൾ ഏത് ഫോമിലാണെന്നറിയോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് വൺ ആണ്. ഇത് നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എൻ എ റേസ് ടു എൻ മൈനസ് വൺ ആണ്. അതേപോലെ ഇതിനെ ആലോചിച്ചാൽ വരിക, എക്സിൻ്റെ സ്ഥാനത്ത് വൈ, എൻ്റെ സ്ഥാനത്ത് എക്സ്, എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാ? എക്സിൻ്റെ സ്ഥാനത്ത് വൈ, പിന്നെ എയുടെ സ്ഥാനത്ത് എക്സ്, എൻ്റെ സ്ഥാനത്ത് എക്സ്, എക്ക് പകരം എക്സും കൊടുക്കുക, എക്സിന് വൈയും കൊടുക്കുക. അപ്പോൾ ഇത് വരിക ഇത് വൈ റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ ബൈ വൈ മൈനസ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക എൻ എക്സ് റേസ് ടു എൻ എ റേസ് ടു എൻ മൈനസ് വൺ ആണല്ലോ. എൻ ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ, എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ കിട്ടി. ഇത്രേ ഉള്ളൂ. എന്താ ചെയ്തത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഓക്കെ, അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് എച്ച് ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ ബൈ എച്ച് വരും. ഇനി എന്ത് ചെയ്യുക? എക്സ് പ്ലസ് എച്ചിന് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് എച്ചിന് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് വൈ റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ ബൈ വൈ മൈനസ് എക്സ് ആവും. എച്ച് എന്താവും? എച്ച് വൈ മൈനസ് എക്സ് ആവും. എച്ചിനെ അവിടെ നിർത്തുക, എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുക, വൈ മൈനസ് എക്സ് ആവും. ഇത് ഏതുപോലെ ഇതാ ആലോചിക്കുക. ഈ നമുക്കറിയാം വി ഹാവ് ദിസ്, ഇത് നമുക്കറിയാം. എന്ത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എന്താ? എൻ എ റേസ് ടു എൻ മൈനസ് വൺ ആണ്.
ഇതേ സാധനം തന്നെയാണ് ഇത്. പിന്നെ എന്താ ഒരു വ്യത്യാസം? ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ വൈ ആണ്, ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണോ? എൻ എ റേസ് ടു എൻ മൈനസ് വണ്ണിന് പകരം എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എക്സ് കൊടുക്കണം. എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ, എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്തിൻ്റെയും ഡെറിവേറ്റീവ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് ഇപ്പോൾ നോക്ക്. y ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 5 ആണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് വരിക എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 5x റേസ് ടു 5 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 5x റേസ് ടു 4 എന്ന് കിട്ടും. 5x റേസ് ടു 4. ഇനി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 10 ആണെങ്കിൽ എങ്ങനെ എടുക്കുക? 10ന് എനിക്ക് 10x റേസ് ടു 0 എന്ന് പറയാം. 10x റേസ് ടു 0. 10x റേസ് ടു 0ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 10x റേസ് ടു 0 ഈക്വൽ ടു 10 ഇൻറ്റു എക്സ് റേസ് ടു 0നെ എനിക്ക് എന്താ? 10 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റിനെ പുറത്തെടുക്കട്ടെ, അത് നമ്മൾ പ്രോപ്പർട്ടീസിൽ പറയും. കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുക. എക്സ് റേസ് ടു 0ൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് റേസ് ടു 0 നമുക്ക് 10നെ 10 ഇൻറ്റു 1 എന്ന് പറയാം. 1നെ എക്സ് റേസ് ടു 0 എന്ന് എഴുതാം. ഏതൊരു എപ്പോഴും ഏതൊരു നമ്പർ, ഏതൊരു എക്സ് അല്ലെങ്കിൽ വൈ, ഏതൊരു സംഭവത്തിൻ്റെ റേസ് ടു 0 എടുത്താൽ, പവർ 0 എടുത്താൽ എന്താ വരിക? 1 വരിക. ഏതൊരു റിയൽ നമ്പറിൻ്റെയും പവർ 0 എടുത്താൽ 1 വരിക. അപ്പോൾ എക്സ് റേസ് ടു 0 1 ആണ്. അതുകൊണ്ട് എക്സ് റേസ് ടു 0ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 എക്സ് റേസ് ടു 0 മൈനസ് 1. അപ്പോൾ 0 ഇൻറ്റു എക്സ് റേസ് ടു എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു വന്നതുകൊണ്ട് ഇത് ഫുള്ള് 0 ആയിപ്പോയി. അപ്പോൾ 10ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. അല്ലെങ്കിലും അറിയാം കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. കോൺസ്റ്റന്റ് വളരെ ഈസി ആയിട്ടുള്ള പ്രൂഫ്. കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് അല്ല 0 ആണെന്നുള്ളതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് എടുത്താൽ ലിമിറ്റ് വെച്ചിട്ട് വേഗം പറയാം. ലിമിറ്റ് എഫ് ഡാഷ് എക്സ് എന്താ വരിക? എഫ് ഡാഷ് എക്സ് വരിക ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കെ ആണ് വരിക. കാരണം ഈ ഫംഗ്ഷനെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ മെഷീൻ എന്താ ചെയ്യുക? ആ മെഷീൻ്റെ ഔട്ട്പുട്ടായിട്ട് കെ മാത്രമേ വരുള്ളൂ. ആരെ ഇൻപുട്ടായിട്ട് നിങ്ങൾ കൊടുത്താലും എന്താ മെഷീനിലേക്ക് ഇട്ടാലും ഔട്ട്പുട്ട് തരിക കെ ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആയാലും എഫ് ഓഫ് എ പ്ലസ് എച്ച് ആയാലും എഫ് ഓഫ് എക്സ് ആയാലും എഫ് ഓഫ് വൈ ആയാലും എഫ് ഓഫ് സെഡ് ആയാലും ഒക്കെ കെ തന്നെ കിട്ടുക. അപ്പോൾ ഇത് കെ ആയിരിക്കും, ഇതും കെ ആയിരിക്കും. എഫ് ഓഫ് എക്സും കെ ആയിരിക്കും ബൈ എച്ച്. കെ മൈനസ് കെ എന്ന് പറഞ്ഞാൽ 0. ലിമിറ്റ് ഓഫ് 0 ബൈ എച്ച്. ലിമിറ്റ് ഓഫ് 0 ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് 0. ലിമിറ്റ് 0 ഈസ് 0. സോ ലിമിറ്റ് ഓഫ് 0 ഈസ് 0. സോ ലിമിറ്റ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, ഇനി രണ്ട് ഫംഗ്ഷൻ്റെ സമ്മ് തന്നു വിചാരിക്കുക. ഒരു എക്സ് റേസ് ടു 5ഉം ഒരു എക്സ് ക്യൂബും തന്നു വിചാരിക്കുക എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ എഫ് ഡാഷ് എക്സ് വരിക എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് ആയ 5x റേസ് ടു 5 മൈനസ് 1 ദാറ്റ് ഇസ് 5x റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3x റേസ് ടു 3 മൈനസ് 1 ദാറ്റ് ഇസ് 3x സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഡെറിവേറ്റീവ്. ഇത്രേ ചെയ്യാനുള്ളൂ. ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഡെറിവേറ്റീവ്. പക്ഷേ അപ്പോൾ ഇത് ഈസിയാണ്. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എടുത്തു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ലോഗ് എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്താ വരിക? എഫ് ഡാഷ് എക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ, ഒരു വ്യത്യാസം വരില്ല. ഇ റേസ് ടു എക്സിനെ എത്ര പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഇ റേസ് ടു എക്സിന് ഒരു മാറ്റം വരാത്ത, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാറ്റം വരാത്ത ഒരാളാണ്, ആകെ ഒരാളേ ഉള്ളൂ, അയാളാണ് ആര്? ഇ റേസ് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഒരു മാറ്റം വരാത്ത ഒരാളാണ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഞാൻ നേരത്തെ കണ്ടല്ലോ, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണെന്ന് ഞാൻ നേരത്തെ പ്രൂവ് ചെയ്തല്ലോ. ഇത് ഡെഫിനിഷൻ ഉപയോഗിച്ച് ഞാൻ പ്രൂവ് ചെയ്തു 1/x ആണ് കിട്ടുകയെന്ന്. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് 1/x ആണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഏത് കുറേ ഫംഗ്ഷൻ ഇനി 3 തന്നാലോ? എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് എന്ന് തന്നാലോ? എക്സ് എന്ന് തന്നാൽ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5x റേസ് ടു 4, എക്സ് ക്യൂബിൻ്റെ 3x സ്ക്വയർ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. ദാറ്റ് ഈസ് എന്തുകൊണ്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ 1 ആയത്? എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്താൽ എന്താ വരിക? 1x റേസ് ടു 1 മൈനസ് 1 വിച്ച് ഇംപ്ലൈസ് 1x റേസ് ടു 0. ഇറ്റ് ഈസ് 1 ഇൻറ്റു എക്സ് റേസ് ടു 0 ഈസ് 1. 1 ഇൻറ്റു 1 1 അങ്ങനെ കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. അപ്പോൾ 1x റേസ് ടു 0 എന്ന് കിട്ടും. എക്സ് റേസ് ടു 0 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 1 ഇൻറ്റു 1 ഈസ് 1. സോ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ ഇതിനൊക്കെ ഡെറിവേറ്റീവായി. ഇനി ഇവിടെ ഞാൻ വേറെ ഒന്ന് മൈനസ് റൂട്ട് എക്സ് വന്ന് വിചാരിക്കാം. മൈനസ് റൂട്ട് എക്സ്. അപ്പോൾ മൈനസ് എന്ത് ചെയ്താൽ മതി? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? അതും നിങ്ങൾ ഏത് വെച്ച് പഠിക്കണം? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ടീച്ചർ ചെയ്തു എന്നാണ് പറഞ്ഞത്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്.
റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഇതുമായി അപ്പോൾ പ്ലസിനും മൈനസിനൊക്കെ എങ്ങനെ ചെയ്താൽ മതി. പക്ഷെ പ്രൊഡക്റ്റ് ആണെങ്കിലോ, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇതാ വേറൊരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇങ്ങനെ ചെയ്താൽ അധികം ആൾക്കാർ എന്താ എഴുതിക്കുക, ഇതൊക്കെ പറഞ്ഞാലും എക്സാമിന് അധികം ആൾക്കാർ എഴുതി വെക്കുക ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഇതല്ല ചെയ്താൽ പോരാ. രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒന്നാമത്തെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് ചെയ്തിട്ട് കാര്യമേ ഇല്ല. എന്ത് തന്നെ ചെയ്യണം എന്നറിയോ, അതിൻ്റെ പ്രൊഡക്റ്റ് റൂള് തന്നെ ഉണ്ട്, ആ റൂൾ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. പ്ലസ് ആണെങ്കിൽ ഈസിയാണ്. പ്ലസ് ആണെങ്കിൽ ഒന്നാമത്തേൻ്റെ ഡെറിവേറ്റീവ് കാണുക പ്ലസ് രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് കാണുക. രണ്ട് ഫംഗ്ഷൻ തന്നാൽ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ഒന്നാമത്തേൻ്റെ ഡെറിവേറ്റീവ് കാണുക, രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് കാണുക, കൂട്ടുക, അത്ര മതി. ഡെറിവേറ്റീവ് ഓഫ് എ സം ഈക്വൽ ടു സം ഓഫ് ദ ഡെറിവേറ്റീവ്സ്. ഒരു സമ്മിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് കൂട്ടിയാൽ മതി. പക്ഷേ ഡെറിവേറ്റീവ് ഓഫ് എ പ്രൊഡക്റ്റ് എന്തല്ല, പ്രൊഡക്റ്റ് ഓഫ് ദ ഡെറിവേറ്റീവ് അല്ല, ബട്ട് എന്താണ്, അതിനാണ് നിങ്ങൾക്കുള്ളത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അങ്ങനെ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇപ്പോൾ ഇവിടെ എഫ് ഡാഷ് എക്സ് എന്താ വരിക, എഫ് ഡാഷ് എക്സ് വരിക എഫ് ഓഫ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരിക 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്. അത് ഇ റൈസ് ടു എക്സ് തന്നെ ആയതുകൊണ്ട് അങ്ങനെ വെക്കും. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഇ റൈസ് ടു എക്സിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടാം 1/x പ്ലസ് ലോഗ് എക്സ്. ഇ റൈസ് ടു എക്സ് കോമൺ ആയതുകൊണ്ട് ഇവിടെ ഇ റൈസ് ടു എക്സ് ഉണ്ട്, ഇവിടെ ഇ റൈസ് ടു എക്സ് ഉണ്ട്, കോമൺ പുറത്തെടുത്താൽ ഇവിടെ 1/x ഉണ്ടാവും, ഇവിടെ ലോഗ് എക്സും ഉണ്ടാവും. ഇതാണ് ആൻസർ. ഇനി ഇതുവരെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്, ഇതുവരെ എഴുതിയാലും ആൻസർ കറക്റ്റ് തന്നെ കിട്ടും. ഇത് തന്നെ ശരിയാണ്, ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഡെറിവേറ്റീവ് കാണാനുള്ള ഒരു ചോദ്യം ഒന്നല്ല, ഒരു ഡിഫറൻസിയേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് പാസ് മാർക്കിനുള്ള അത് തന്നെ മതി. ഡിഫറൻസിയേഷൻ മാത്രം പഠിച്ചാൽ തന്നെ 16 20 മാർക്ക് കിട്ടുക, 40-ൽ 20 മാർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ഡിഫറൻസിയേഷൻ പഠിക്കുക, അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള. ഡിഫറൻസിയേഷനിലേക്കുള്ള കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിപ്പിച്ചതൊക്കെ. പഠിപ്പിച്ച കണ്ടിന്യൂറ്റി ആയാലും ലിമിറ്റ് ആയാലും അതൊക്കെ ഡിഫറൻസിയേഷനിലേക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത്. ഓക്കെ, കണ്ടിന്യൂസ് ആയൊരു ഫംഗ്ഷനെ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. എല്ലാ ഫംഗ്ഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തരുന്ന ഫംഗ്ഷനൊക്കെ ഡിഫറൻഷ്യബിളാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസിനെ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഇവിടെ ഫസ്റ്റ് ഇയർ എക്കണോമിക്സിന് അത്രേ തരുന്നുള്ളൂ. മാത്സ് മെയിനൊക്കെ എടുത്ത ആൾക്കാർക്ക് ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഫംഗ്ഷനൊക്കെ കൊടുക്കും. അപ്പോൾ അത് ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പറയാം. അപ്പോൾ ഇത് കിട്ടി. ഇനി അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് റൂൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു, സം റൂൾ പറഞ്ഞു, പ്രൊഡക്റ്റ് റൂളും പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്ത് പറഞ്ഞോളാം, കുറച്ചും കൂടി പ്രോബ്ലംസ് ഒക്കെ ചെയ്യിച്ചോളാം. ക്വോഷ്യൻ റൂൾ ടീച്ചർ പറഞ്ഞതാണ് ക്വോഷ്യൻ റൂൾ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അതിന് ശേഷം ഞാൻ ക്ലാസ്സിൽ എന്ത് തരും, ഹോംവർക്കായിട്ട് ക്വോഷ്യൻ റൂളിലെ കുറച്ച് ചോദ്യം തരും. പിന്നെ ചെയിൻ റൂള്. അപ്പോൾ എന്തൊക്കെ റൂളാണ് ഉള്ളത്, സം റൂള്, പ്രൊഡക്റ്റ് റൂള്, ക്വോഷ്യൻ റൂള്, ചെയിൻ റൂള്, 4 റൂളാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ടീച്ചർ പവർ റൂൾ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് പറഞ്ഞു, അത് അങ്ങനെ പറയണമെന്നില്ല, അത് ചെയിൻ റൂളായിട്ട് എടുത്താൽ മതി. അപ്പോൾ സം റൂള് അത് ഇവിടെ പറഞ്ഞു, സമ്മ് 3 എണ്ണത്തിൻ്റെ 4 എണ്ണത്തിൻ്റെ 10 എണ്ണോ 1000 എണ്ണം ഉണ്ടെങ്കിലും ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ അതാണ് സം റൂള്. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിൻ്റെ അടുത്ത് കൂട്ടുക. ഇനി 3 എണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, 2 എണ്ണം ഒന്നായിട്ട് എടുക്കുക, എന്നിട്ട് മൂന്നാമത്തേൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെ പോയാലും മതി. അപ്പോൾ തൽക്കാലം 2 എണ്ണത്തിൻ്റെ പഠിക്കുകയാണ്. 2 എണ്ണം എടുക്കുമ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്തുക, രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ അങ്ങനെ തന്നെ നിർത്തുക, ഒന്നാമത്തേൻ്റെ ഡെറിവേറ്റീവ്. അങ്ങനെ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അങ്ങനെ അത് ചെയ്യാം. ഇനി കോഷ്യൻ റൂൾ ഉണ്ട്. കോഷ്യൻ റൂൾ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ സമയമില്ല, സമയം 4 മണിയായി, അതുകൊണ്ട് നിർത്താൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കോഷ്യൻ റൂള് വെച്ചിട്ട് ഞാൻ കുറച്ച് പ്രോബ്ലം നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചെയ്യുക. ക്വസ്റ്റ്യൻ റൂൾ ഏറ്റവും നല്ലത് എന്താ അറിയോ, നിങ്ങൾക്ക് ടീച്ചർ ഈ ക്വസ്റ്റ്യൻ റൂൾ ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നാണ് പറഞ്ഞത്. ശരിക്കും ഇങ്ങനെയാണ് നോക്കേണ്ടത്. നിങ്ങൾ ക്വസ്റ്റ്യൻ റൂൾ ഇപ്പോൾ എങ്ങനെയാണ് വിചാരിക്കുക, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ് നമ്മൾ എച്ച് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. താഴെ ഉള്ളതാണോ ഫസ്റ്റ്, മുകളിലുള്ളതാണോ ഫസ്റ്റ് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ കുറച്ചുകൂടി നല്ല മെത്തേഡ് എന്താ അറിയോ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ
എന്താ ഡി ആർ എന്ന് പറഞ്ഞാൽ എൻ ആർ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ കേട്ടോ, ഡി ആർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് ചെയ്യുക, ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തത്, താഴെ ഉള്ളത് ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലുള്ളത് ഇൻറ്റു താഴത്തെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ താഴെ ഉള്ളതിൻ്റെ സ്ക്വയർ. താഴെ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കാണണ്ട, താഴെ ഉള്ളതിൻ്റെ സ്ക്വയർ. ഒന്നുകൂടി വരാം, താഴെ ഉള്ളത് ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മുകളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലുള്ളത് ഇൻറ്റു താഴെ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ താഴെ ഉള്ളതിൻ്റെ സ്ക്വയർ. അത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം, അതിൻ്റെ എന്തും കൂടി കാണണം നിങ്ങൾ, അതിൻ്റെ ഡെറിവേറ്റീവും കൂടി കാണണം. ഓക്കെ, താങ്ക് യു.